ഹായ് എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC ഫിസിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലും കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. വോൾട്ടേജുമായി ബന്ധപ്പെട്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The input voltage of transformer is 240 volt. There are 80 turns in the secondary and 800 turns in the primary. What is the output voltage of the transformer? അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടെത്തണം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. NS/NP = VS/VP. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് NS ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി. NS/NP = VS/VP പഠിപ്പിച്ചു തന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഈ ഇക്വേഷനിൽ നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു ഇൻപുട്ട് വോൾട്ടേജ് അഥവാ VP എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ്. ശരിയല്ലേ? യെസ്. ദർ ആർ 80 ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. അതായത് സെക്കൻഡറി അതായത് NS എന്ന് പറയുന്നത് 80 ചുറ്റുകളാണ്. 80 ചുറ്റുകളാണ് സെക്കൻഡറിയിൽ ഉള്ളത്. ഇനി 800 ടേൺസ് ഇൻ ദ പ്രൈമറിയിൽ അതായത് NP എന്ന് പറയുന്നത് 800 ആണ്. നമുക്കിനി എന്താ കണ്ടുപിടിക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ NSൻ്റെ വാല്യൂ നമുക്കറിയാം 80 ആണ് ബൈ NPയുടെ വാല്യൂ നമുക്കറിയാം 800 ആണ് ഈക്വൽ ടു, ഇനി VSൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ VS എന്ന് തന്നെ എഴുതി, ബൈ VPയുടെ വാല്യൂ നമുക്കറിയാം 240 ആണ്. 240. ഇനി നിങ്ങൾ ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ പറഞ്ഞ 240, അതായത് താഴെ കിടക്കുന്ന ഈ ബൈ 240, ഇത് ഡിവൈഡഡ് ബൈ 240 അല്ലേ. ഈ ഡിവൈഡഡ് ബൈ 240 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇൻറ്റു 240 ആയിട്ട് മാറും അല്ലേ. കാരണം ഡിവിഷൻ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നു 80 × 240 ഡിവൈഡഡ് ബൈ 800 ആണ് എന്ത് VSൻ്റെ വാല്യൂ അല്ലെ, വോൾട്ടേജ് ഇൻ സെക്കൻഡറി. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം സീറോസ് തമ്മിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം അല്ലെ. മുകളിലും താഴെയും 2 സീറോസ് ഉണ്ട്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അതുപോലെ 8ഉം 24ഉം കട്ട് ചെയ്യുക. എത്ര തവണ പോവും? 3 തവണ പോവും അല്ലേ. 3 8 24 എന്ന് പറഞ്ഞിട്ട് വരും. ഈ കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. 24 ആണ് കറക്റ്റ് ഈ പറഞ്ഞ സെക്കൻഡറിയിലെ വോൾട്ടേജ് കിട്ടുന്നത്. 24 വോൾട്ട്. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോകണം. 24 വോൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ സെക്കൻഡറിയിൽ, അതായത് ഈ VS നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഔട്ട്പുട്ട് വോൾട്ടേജ് 24 വോൾട്ട്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ വിച്ച് കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്. തിക്ക് വയറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഭാഗം, അതായത് പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ തിക്ക് വയേഴ്സ് ഉപയോഗിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ കേസ് നോക്കിയാൽ അറിയാം, ഇൻപുട്ടിൽ നിങ്ങൾ ഓൾറെഡി 240 വോൾട്ടാണ് കൊടുത്തത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻപുട്ടിൽ 240 ആണ് കൊടുത്തത്. നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് 24 വോൾട്ടാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയിട്ട് പറഞ്ഞ വോൾട്ടേജ് കൂടുകയാണോ ചെയ്തത് കുറയാണോ ചെയ്തത്? യെസ്, സ്വാഭാവികമായിട്ടും കുറഞ്ഞു. കാരണം 240 കൊടുത്തിട്ട് നമുക്ക് ആകെ എത്ര കിട്ടിയുള്ളൂ? 24 കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന, വോൾട്ടേജിനെ കുറയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ നമ്മൾ പറയുന്ന പേര് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നമ്മൾ തിക്ക് വയറുകൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? യെസ്, ഉറപ്പായിട്ടും സെക്കൻഡറിയിലാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും സെക്കൻഡറിയിലാണ് നമ്മൾ എന്തുപയോഗിക്കുക? തിക്ക് വയേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കണം. ഈ സെക്കൻഡറിയും പ്രൈമറിയും ഒക്കെ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും തിക്ക് വയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരിടത്തല്ല, സെക്കൻഡറിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇലക്ട്രിക് ബൾബ് മാർക്ക്ഡ് 500 വാട്ട് 250 volt is connected to 250 volt supply. Find the electric current through the circuit. Calculate the resistance of the bulb. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികളും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നു ഒരു ഇലക്ട്രിക് ബൾബ് ഉണ്ട്. ഈ ഒരു ബൾബിന്റെ പവറും വോൾട്ടേജും നൽകിയിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് 250 എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നിട്ടുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. പവർ എന്ന് പറയുന്നത് 500 വാട്ടാണ്. അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ടാണ്.
ഇനി നമുക്ക് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും? ഫൈൻഡ് ദ ഇലക്ട്രിക് കറന്റ് അഥവാ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഐ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഐ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇക്വേഷൻ കൃത്യമായിട്ട് അറിയണം. പവറും വോൾട്ടേജും കറന്റും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പി ഈക്വൽ ടു വി ഐ അല്ലെങ്കിൽ പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ് എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഈ ഇക്വേഷനിൽ നമുക്ക് ഐ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഐയുടെ രൂപത്തിലേക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ വിനെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഇത് വി ഇൻറ്റു ഐ അല്ലേ? ഈ വി ഇൻറ്റു ഐനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ വി ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു പി ബൈ വി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ? ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഐ ഈക്വൽ ടു പിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 500 ആണ്. 500 ബൈ വിയുടെ വാല്യൂ നമുക്കറിയാം 250 ആണ്. അപ്പോൾ 500 ബൈ 250. ഇത് നമ്മൾ 0 കട്ട് ചെയ്ത് കളഞ്ഞു. 50/25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ആണ് ആൻസർ വരിക അല്ലേ? 2 എന്ന് പറഞ്ഞാൽ കറന്റ് 2 ആംപിയർ. കറന്റിന്റെ വാല്യൂ എത്ര കിട്ടി? 2 ആംപിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇക്വേഷനെ നിങ്ങൾ പഠിക്കണ്ടു. പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ് എന്ന് പറഞ്ഞിട്ട് ഐയുടെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 2 ആംപിയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ഉപയോഗിക്കണം? നിങ്ങൾ ഓംസ് ലോ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓംസ് ലോയിൽ എന്താ പറയുന്നത്? ഓംസ് ലോയിൽ പറയുന്നു ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലെങ്കിൽ ആർ ഈക്വൽ ടു വി ബൈ ഐ. ഞാനൊന്ന് സൂം ചെയ്യാണ്. ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഇവിടെ വിയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വിയുടെ വാല്യൂ 250 ആണ്. റെഡി അല്ലേ? 250 ബൈ ഐയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 2 ആണ്. അപ്പോൾ 250 ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും എത്ര കിട്ടൂടാ? 250ന്റെ പകുതി 125 എന്ന് കിട്ടും. ശരിയല്ലേ? 125 ഓം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആൻസറും കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെ? ഇലക്ട്രിക് കറന്റും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. ഇലക്ട്രിക് കറന്റ് 2 ആംപിയർ, അതുപോലെ റെസിസ്റ്റൻസ് 125 ഓം ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഹീറ്റർ വർക്കിംഗ് അറ്റ് 230 വോൾട്ട് പ്രൊഡ്യൂസസ് 1000 ജൂൾ ഹീറ്റ് എനർജി അറ്റ് 1 സെക്കൻഡ് അല്ലേ? അതൊരു ഹീറ്ററിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് ആണ് നൽകിയിരിക്കുന്നത്. വോൾട്ടേജ് നൽകിയിട്ടുണ്ട് 230 ആണ്. വോൾട്ടേജ് 230 വോൾട്ട് ആണ്. അതുപോലെ ഹീറ്റ് എനർജി നൽകിയിട്ടുണ്ട് 1000 ജൂളാണ്. എച്ച് എന്ന് പറയുന്നത് 1000 ജൂളാണ്. അതുപോലെ ടൈം നൽകിയിട്ടുണ്ട് 1 സെക്കൻഡ് ആണ്. ഓക്കെ, ഇത്രയും ഡാറ്റാസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസറിലേക്ക് എഴുതണം. ആൻസർ ഷീറ്റിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് കാണാൻ നിങ്ങൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേ? വേഗം പറഞ്ഞോ. ഏതൊക്കെ ഇക്വേഷൻസാ? I² RT, അതുപോലെ V² T/R ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പവർ ഇൻറ്റു ടൈം പഠിച്ചിട്ടുണ്ട്. അതുപോലെ വോൾട്ടേജ് ഇൻറ്റു കറന്റ് ഇൻറ്റു ടൈം പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇക്വേഷനെ ഷോർട്ടാക്കി എഴുതാണ്. VIT എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ 4 ഇക്വേഷൻസ് ആവും ബേസിക്കലി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോളൂ. നാളത്തെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ ചോദിക്കും. ബിക്കോസ് SSLCക്ക് ഷുവറായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? നമുക്കിവിടെ വേണ്ടത് എന്താ? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ വേണ്ടത്? പവർ ആണ് വേണ്ടത് അല്ലേ? പവർ ആണ് വേണ്ടത്. അപ്പോൾ പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവറുള്ള ഇക്വേഷൻ എടുക്കണം. പവറുള്ള ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ H ഈക്വൽ ടു P ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവറാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റു ടീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ ടി ആവും. അപ്പോൾ H/T എന്ന് നമുക്ക് കിട്ടും അല്ലെ? പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും H/T. H എന്ന് പറയുന്നത് ഇവിടെ 1000 ആണ്. T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1000/1 എന്ന് പറഞ്ഞാൽ 1000 വാട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ പവർ നമുക്ക് കിട്ടി 1000 വാട്ടാണ് ഇവിടുത്തെ പവർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റിംഗ് കോയിൽ. റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അഥവാ R ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസിൽ നോക്കിക്കഴിയുമ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻസിൽ 6 വരുന്ന 2 ഇക്വേഷൻ ഉണ്ട്. I² RT ഉണ്ട്, അതുപോലെ V² T/R ഉണ്ട്. പക്ഷേ നമ്മൾ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നിങ്ങളിവിടെ നോക്കുമ്പോൾ വിയും
ടിയും എച്ചും ഒക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ വിയും ടിയും എച്ചും ഒക്കെ അറിയാം. നമുക്ക് ആകെ അറിയാത്തത് ആർ എന്നൊരു ടേമാണ്. ശരിയല്ലേ? പലരും ചോദിക്കും എന്തുകൊണ്ട് I²RT എടുത്തില്ല എന്ന്. I²RT എടുക്കാത്തതിന് കാരണം ഇവിടെ ഐ നമുക്കറിയില്ല. ശരിയല്ലേ? ഐ അറിയില്ല, ഐയുടെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് I²RT എടുക്കാൻ പറ്റില്ല. നമുക്ക് ഏത് ഇക്വേഷനെ പറ്റുള്ളൂ? V²T/R എന്ന് പറഞ്ഞ ഇക്വേഷനെ പറ്റുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ H = V²T/R എന്ന് കിട്ടും. അവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ആറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, എച്ചിനെ റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കിട്ടും R = V²T/H എന്ന് കിട്ടും. ഈ വാല്യൂ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ വാല്യൂ എത്രയാണ്? വോൾട്ടേജ് എത്രയാണ്? 230. അപ്പോൾ 230 × 230, കാരണം സ്ക്വയറിനെ ഞാൻ മാറ്റി എഴുതാണ്. ടൈം 1 ആണ്. അതുപോലെ ഹീറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ശരിയല്ലേ? അവിടെ നിന്ന് നമ്മൾ 2 zeros കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി 23 × 23 നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 23 × 23 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 9, 3 6, വീണ്ടും 6, പിന്നെ 4. നമുക്ക് കിട്ടും എത്ര കിട്ടൂടാ? 529 എന്നല്ല കിട്ടുക? ശരി, 529/10 എന്ന് പറഞ്ഞാൽ 52.9 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യണം. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്ത് നോക്കി. 52.9. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 52.9 തന്നെയാണ് ആൻസർ കീയിലും നമ്മൾ കണ്ടത്. ഓക്കെ, 52.9 ഓം. റെഡി ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ ഇറ്റ് വർക്ക്സ് ഫോർ 5 മിനിറ്റ്. 5 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ഹീറ്റർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് എനർജിയാണ് നമുക്ക് വേണ്ടത്. ഹീറ്റ് കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പവർ ഇൻറ്റു ടൈം ആണ് അല്ലേ? P × T. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കൂടുതൽ എളുപ്പം പറയുന്നത് പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കാരണം മറ്റേതിൽ 52.9 എന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിട്ട് പ്രോബ്ലം ചെയ്യേണ്ടി വരും. കൂടുതൽ എളുപ്പം പവർ ഇൻറ്റു ടൈം എടുത്ത് ചെയ്യുന്നതാണ്. റെഡി? അപ്പോൾ പവറിൻ്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ 1000 ആണ് അല്ലേ? 1000 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇവിടെ 5 മിനിറ്റ് ആണ്. നമുക്ക് മിനിറ്റിൽ ചെയ്താൽ പോരാ, സെക്കൻഡിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ 5ൻ്റെ കൂടെ എന്ത് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം? 60 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6×5 30 എന്ന് കിട്ടും. 30 ഇട്ടിട്ട് നമുക്ക് എത്ര 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം? 3, 4 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. റെഡി? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 ലക്ഷം എന്നാണ് എന്ത് കിട്ടുന്നത്? ഹീറ്റ് എനർജി കിട്ടുന്നത്. യൂണിറ്റ് ജൂളാണ്. മറക്കരുത്, ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. കുറച്ച് കാൽക്കുലേഷൻ ചെയ്തു. 3 ചോദ്യങ്ങളിലും കാൽക്കുലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു. ഇത്തരം കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ, കുറച്ചുകൂടി ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ചാപ്റ്ററിലെ ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ? സോ അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക.